കൂട്ടുകാർക്ക് ടീച്ചറിന്റെ നമസ്കാരം. എല്ലാവരും വീടുകളിൽ സുരക്ഷിതരാണോ? നിങ്ങൾ പുറത്തു പോകാറുണ്ടോ? പുറത്തു പോകുമ്പോൾ എന്തായാലും മാസ്ക് ധരിക്കണം കേട്ടോ. കൈകൾ ഇടയ്ക്കിടയ്ക്ക് സാനിറ്റൈസർ ചെയ്യുകയും വേണം. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് പോയാലോ? കുറെ ദിവസങ്ങളായി നമ്മൾ സസ്യലോകത്താണല്ലേ. എന്തൊക്കെ അത്ഭുതങ്ങളാണ് സസ്യലോകത്തുള്ളത്. ഇലകളിൽ, പൂക്കളിൽ, ഫലങ്ങളിൽ, ചെടിയുടെ ഉയരത്തിൽ, അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ ഒളിപ്പിച്ചാണ് സസ്യലോകം. നമുക്ക് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കിയാലോ? എന്നാൽ പറഞ്ഞേ, ടീച്ചർ ഇപ്പോൾ കാണിക്കുന്ന ഇലകളുടെ ശിരാവിന്യാസം എങ്ങനെയാണെന്ന്. എങ്ങനെയാണ് നമ്മൾ ശിരാവിന്യാസം കണ്ടെത്തുന്നത്? ഇലകളിൽ സ്പർശിച്ചു നോക്കിയാണ് ശിരാവിന്യാസം കണ്ടെത്തുന്നത്. എങ്ങനെയാണ് ഇതിന്റെ ശിരാവിന്യാസം? സമാന്തരമായി പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഇലയിൽ സിരകൾ സമാന്തരമായി വിന്യസിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഇല എന്തു പറയും? ഈ ഇലകൾ സമാന്തര വിന്യാസത്തിലാണെന്ന് പറയാം. എന്താണ് സമാന്തര വിന്യാസം? സമാന്തര സിരാവിന്യാസം. ഇലകളിൽ സമാന്തരമായി സിരകൾ വിന്യസിച്ചിരിക്കുന്നതിനെ സമാന്തര സിരാവിന്യാസം എന്ന് പറയുന്നു. എന്നാൽ പറഞ്ഞേ, ഇത് ഏത് ചെടിയുടെ ഇലയാണ്? ഇതൊരു നെൽച്ചെടിയുടെ ഇലയാണ്. നമ്മൾ നെൽച്ചെടിയുടെ ഇലകൾ നിരീക്ഷിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായി എന്താ നിരീക്ഷിക്കാനുള്ളത്? ചെടിയുടെ വേരുകൾ. എങ്ങനെ ചെടിയുടെ വേരുകൾ? കാണ്ഡഭാഗത്തുനിന്ന് പുറപ്പെടുന്ന ഒരേപോലെയുള്ള വേരുകൾ. ഈ വേരുകൾക്ക് ഒരു പേരുണ്ടല്ലോ, ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്താ പേര്? നാരുവേരുപടലം. നാരുവേരുപടലം. കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന ഒരേപോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേരുപടലം. നമ്മൾ നെൽച്ചെടിയുടെ ഇലകൾ പരിശോധിച്ചു, അതിനുശേഷം വേരുകൾ നിരീക്ഷിച്ചു. ഇനി എന്താ നിരീക്ഷിക്കാനുള്ളത്? നെൽച്ചെടിയുടെ കതിരുകൾ. അടുത്തതായി നമുക്ക് നെൽച്ചെടിയുടെ വിത്തായ നെൽമണികൾ പരിശോധിച്ചാലോ? എന്താ അതിൽ കാണുന്നത്? അതിന് കട്ടിയേറിയ ഒരു പുറന്തോടുണ്ട്. മൃദുവാണോ അത്? അല്ല. നിങ്ങളൊന്ന് സ്പർശിച്ചു നോക്കിയേ. അത് മൃദുവല്ല. ആ പുറന്തോടൊന്ന് മാറ്റിയാൽ നമുക്ക് അരിമണികൾ കിട്ടും. നെന്മണിയുടെ കട്ടിയേറിയ പുറന്തോടുകൾ നീക്കം ചെയ്താൽ കിട്ടുന്ന അരിമണികളാണ് ടീച്ചർ ഇവിടെ നിരീക്ഷണത്തിനായി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അരിമണികളൊന്ന് സ്പർശിച്ചു നോക്കിയാലോ? അതിന് പാളികളുണ്ടോ? ഇല്ല. ഇത്തരം സസ്യങ്ങൾക്കൊരു പേരുണ്ട്, ഏകബീജപത്ര സസ്യം. ഏകബീജപത്ര സസ്യങ്ങൾ. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങൾ ഏകബീജപത്ര സസ്യങ്ങൾ എന്ന് അറിയപ്പെടുന്നു. കുട്ടികളെ, നമ്മളിപ്പോൾ നെൽച്ചെടിയെ നിരീക്ഷിച്ചു കഴിഞ്ഞുവല്ലേ? ഒന്ന് പറഞ്ഞു നോക്കിയേ, നെൽച്ചെടിയുടെ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ നിരീക്ഷിച്ചത്? നെൽച്ചെടിയുടെ ഇല, അതിൻ്റെ വേരുകൾ, പിന്നെ നെന്മണികളും നിരീക്ഷിച്ചു. ഇത്തരം സസ്യങ്ങൾക്ക് ടീച്ചർ ഒരു പേര് പറഞ്ഞല്ലോ, ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്താ അതിൻ്റെ പേര്? ഏകബീജപത്ര സസ്യങ്ങൾ. കൂടുതൽ ഉദാഹരണങ്ങൾ ആർക്കെങ്കിലും പറയാൻ കഴിയോ? ആരോ പറഞ്ഞല്ലോ. എന്താ? കവുങ്ങിന്റെ ചെടി. കവുങ്ങിന്റെ ചെടിക്ക് വേറൊരു പേരുണ്ട്. എന്താ അത്? അടക്കാമരം. ഇതാണ് കുട്ടികളെ അടക്കാമരത്തിന്റെ ഇലകൾ. അടക്കാമരത്തിന്റെ ഇലകളുടെ ശിരാവിന്യാസം ഒന്ന് പരിശോധിച്ചു നോക്കാം. എങ്ങനെയാണത്? നമുക്ക് സ്പർശിക്കുമ്പോൾ അറിയാം. സമാന്തരമായി നീണ്ടുപോകുന്ന സിരകൾ. ഇതിന് വേറൊരു മാർഗവും കൂടി ഉണ്ടല്ലോ സമാന്തര സിരകൾ പരിശോധിക്കാൻ. ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ചെയ്തതാണ്. എങ്ങനെയാണ്? ഒരഗ്രത്തിൽ നിന്ന് കീറിയാൽ മറ്റേ അഗ്രം വരെ പൊട്ടിപ്പോകാതെ നമുക്ക് കിട്ടും. നമുക്കിനി കവുങ്ങുചെടിയുടെ ഒരു തൈച്ചെടി പരിചയപ്പെട്ടാലോ? ഇതാണ് അതിൻ്റെ ഒരു തൈച്ചെടി. എങ്ങനെയാണ് അതിൻ്റെ ഇലകൾ? ഇലകളെല്ലാം സമാന്തര വിന്യാസത്തിലാണ്. അപ്പോൾ നമുക്ക് അടുത്തതായി എന്താ പരിശോധിക്കാനുള്ളത്? ഒന്ന് പറഞ്ഞേ, എന്താ പരിശോധിക്കാനുള്ളത്? നെൽച്ചെടിയുടെ ഇലകൾ പരിശോധിച്ചതിന് ശേഷം നമ്മൾ എന്താ പരിശോധിച്ചത്? അതിന്റെ വേരുകൾ. നമുക്ക് വേരുകൾ നിരീക്ഷിച്ചു നോക്കാം. വേരുകൾ എങ്ങനെയാണ്? കാണ്ഡഭാഗത്തു നിന്ന് പുറപ്പെടുന്ന വേരുകൾ, ഒരേപോലെയുള്ള വേരുകൾ. ഇതിൽ തടിച്ച വേരുകൾ ഒന്നുമില്ല, ഒരേപോലത്തെ വേരുകൾ. ഈ വേരുകളുടെ പേരെന്താ? ഒന്നും കൂടെ പറഞ്ഞേ. നാരുവേരുപടലം. അത് തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇത് നാരുവേരുപടലത്തിലുള്ള ഒരു ചെടിയാണ്. ഇതിന്റെ ഇലകളോ
സമാന്തര വിന്യാസത്തിലും ചെടി നാലുവേര് പടലത്തിലുമാണ്. നമുക്ക് അടുത്തതായി എന്തോ പരിശോധിക്കാനുണ്ടല്ലോ കുട്ടികളെ. എന്താണത്? അതിന്റെ വിത്തുകൾ. ഇതാണ് അടക്കാമരത്തിന്റെ അല്ലെങ്കിൽ കവുങ്ങിന്റെ വിത്ത്. ഇതിനൊരു പേരുണ്ട്, അടയ്ക്ക. നമുക്ക് അടുത്തതായി എന്താ പരിശോധിക്കാനുള്ളത്? ഇതിന്റെ ഉള്ളിലെ വിത്ത് പരിശോധിച്ച് നോക്കാം. നിങ്ങൾ റെഡിയാണോ വിത്ത് പരിശോധിക്കാൻ? ടീച്ചറിന്റെ കയ്യിൽ ഒരു ഉണങ്ങിയ അടയ്ക്കയുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ? എന്താ കാണുന്നത്? തുറക്കുമ്പോൾ ഒരു ചെറിയൊരു വിത്ത് കിട്ടും. ഇതിന്റെ പുറം ഭാഗം ഒന്ന് പരിശോധിച്ച് നോക്കിയേ. പുറം ഭാഗത്ത് ഒരു പാളികൾ പോലും ഇല്ല. നമ്മൾ പാളികളില്ലാത്ത സസ്യത്തിന് എന്തു പേരാ പറഞ്ഞത് നേരത്തെ നെൽച്ചെടി പരിശോധിച്ചപ്പോൾ? ഏകബീജപത്ര സസ്യങ്ങൾ. അത് തന്നെയല്ലേ ഇത്? അടയ്ക്കാമരം ഒരു ഏകബീജ പത്രസസ്യമാണ്. കവുങ്ങിന്റെ ഇലകൾ സമാന്തര വിന്യാസത്തിലും വേരുകൾ നാലുവേര് പടലത്തിലും വിത്ത് എങ്ങനെയാണ്? ഏകബീജപത്രവുമാണ്. ഇത്തരം സസ്യങ്ങൾക്ക് നമ്മൾ പറയുന്ന പേര് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കാം. ഏകബീജപത്ര സസ്യങ്ങൾ. നമുക്ക് ഇതുപോലെയുള്ള ഒരു സസ്യത്തെ കൂടി പരിചയപ്പെട്ടാലോ? ഇപ്പോൾ ടീച്ചറിന്റെ കയ്യിൽ ഒരു സസ്യത്തിന്റെ തൈച്ചെടിയുണ്ട്. ഇത് ഏത് സസ്യമാണെന്നൊന്ന് നിരീക്ഷിച്ചാലോ? എന്താണിത്? ഇതിന്റെ താഴെ ഭാഗത്ത് ഒരു തേങ്ങയുണ്ട്. ഇത് തേങ്ങ തന്നെയല്ലേ? ഒന്ന് സ്പർശിച്ചു നോക്കിയേ. ഇതൊരു തേങ്ങയാണ്. ഇതിന്റെ ഇലകളോ? ഇലകളുടെ പ്രത്യേകത എന്താണ്? ഇലകൾ സമാന്തര വിന്യാസത്തിൽ. അടുത്തതായി നമുക്ക് എന്താ പരിശോധിക്കാനുള്ളത് കുട്ടികളെ? എന്താണത്? അതിന്റെ വേരുകൾ. നമുക്ക് വേരുകൾ ഒന്ന് നിരീക്ഷിച്ചാലോ? വേരുകളുടെ പ്രത്യേകത എന്താണ്? കാണ്ഡഭാഗത്ത് നിന്ന് ഒരേപോലെ ഉള്ള വേരുകൾ. ഇതിനൊരു പേരുണ്ടല്ലോ, നമുക്കറിയാം, എല്ലാവർക്കും തന്നെ അറിയാമത്. ഇത് നാലുവേര് പടലമാണ്. തെങ്ങിൻ ചെടിക്ക് സമാന്തര വിന്യാസത്തിലുള്ള ഇലകളും വേരുകൾ നാലുവേര് പടലത്തിലുമാണ്. അടുത്തത് എന്താണ് നമുക്ക് പരിശോധിക്കാനുള്ളത്? അതിന്റെ വിത്തുകൾ. അതിന്റെ വിത്തുകൾക്ക് ഒരു പേരുണ്ടല്ലോ, ടീച്ചർ ഇപ്പോൾ പറഞ്ഞു. എന്താണത്? തേങ്ങ. തേങ്ങയൊന്ന് നമുക്ക് പരിശോധിച്ചാലോ? കുട്ടികളെ, ഈ തേങ്ങയുടെ പുറം ഭാഗം ഒന്ന് നീക്കം ചെയ്താൽ നമുക്ക് കട്ടിയേറിയ മറ്റൊരു ഭാഗം കിട്ടും. ടീച്ചർ ഇവിടെ നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ തരുന്നത് ഇതാണ്. കട്ടിയേറിയ പുറന്തോടുള്ള ഒരു തേങ്ങ. ഈ പുറന്തോട് നീക്കം ചെയ്താലോ? ഇതിനുള്ളിൽ ഒരു വിത്തുണ്ട്. പാളികളൊന്നും തന്നെ ഇല്ലാത്ത ഒരു വിത്ത്. അടക്കാമര വിത്തിന്റെ പോലെ ചെറുതാണോ ഇത്? അല്ല, കുറച്ച് വലിപ്പമുണ്ട്. ഇതിന് യാതൊരുവിധ പാളികളുമില്ല. പാളികളില്ലാത്ത വിത്തുകൾ ഏത് വിഭാഗത്തിൽ വരും? കുട്ടികൾക്കൊന്ന് പറഞ്ഞു നോക്കാമോ? എന്താണിത്? ഏകബീജപത്രം. നിങ്ങളൊന്ന് പറഞ്ഞേ. സമാന്തര വിന്യാസത്തിലുള്ള ഒരു ചെടിയുടെ വേരുകൾ നാലുവേര് പടലത്തിലും വിത്ത് ഏകബീജപത്രവുമായിരിക്കും. കഴിഞ്ഞില്ല കൂട്ടുകാരെ, നമുക്ക് ഇനിയും സസ്യങ്ങളെ നിരീക്ഷിക്കാനുണ്ട്. ഇപ്പോൾ ടീച്ചറിന്റെ കയ്യിൽ ഒരു ഇലയുണ്ട്. ഈ ഇലയെ മണം കൊണ്ട് തിരിച്ചറിയാം. നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ പറ്റുമോ ഇത് ഏത് ഇലയാണെന്ന്? ഇതൊരു മാവിലയാണ്. ഇതിന്റെ സിരകളോ തലങ്ങും വിലങ്ങുമുള്ള സിരകൾ, ജാലിക പോലെ. ഇപ്പൊ എന്തോ പേര് പിടികിട്ടിയില്ലേ? ഇത് ഏത് പേരാണ്? ഇത് ഏത് സിരയാണ്? ഇത് ജാലിക വിന്യാസത്തിലുള്ള ഒരു ഇലയാണ്. ജാലിക സിരാവിന്യാസം. ഇലകളിൽ വലക്കണ്ണികൾ പോലെ കാണുന്ന സിരാവിന്യാസമാണ് ജാലിക സിരാവിന്യാസം. മാവിൻ്റെ ഇല അപ്പോൾ ജാലിക വിന്യാസത്തിലാണ്. അടുത്തത് നമുക്ക് പരിശോധിക്കേണ്ടത് എന്താണ്? കേട്ടില്ല, ഒന്ന് പറഞ്ഞേ. ഇത് വേരുകളാണ് പരിശോധിക്കേണ്ടത്. നമുക്കൊന്ന് നോക്കിയാലോ വേരുകളുടെ പ്രത്യേകത. ഇവിടെ ടീച്ചർ കാണിക്കുന്നത് മാവിൻ്റെ ഒരു തൈച്ചെടിയാണ്. ഈ ചെടിയുടെ വേരുകൾ ഇവിടെ നമുക്ക് കാണാം. എങ്ങനെയാണ്? സ്പർശിച്ചു നോക്കിയേ. തടിച്ച ഒരു വേര്
അതിനോട് ചേർന്ന് ശാഖാവേരുകളും. ഇത്തരം വേരുപടലങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലോ. ഈ വേരുപടലങ്ങളുടെ പേരെന്താണ്? തായ്വേരുപടലം. തായ്വേരുപടലം കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ്വേരുപടലം. അത് തന്നെയല്ല നിങ്ങൾ പറഞ്ഞത് കുട്ടികളെ. മാവിൻ്റെ ഇല ജാലികാ വിന്യാസത്തിൽ, വേരുകളോ തായ്വേരുപടലം. അടുത്തതായി നമുക്ക് എന്താ നോക്കാനുള്ളത്? അതിൻ്റെ ഫലം. അതിൻ്റെ ഫലത്തിനൊരു പേരുണ്ടല്ലോ, നല്ല മധുരമേറിയ ഫലം. എന്താ അതിൻ്റെ പേര്? മാമ്പഴം. നമുക്ക് മാമ്പഴത്തെ ഒന്ന് നിരീക്ഷിച്ചാലോ? ടീച്ചർ ഇവിടെ 2 തരം മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് പച്ചയും ഒന്ന് പഴുത്തതും. പഴുത്ത മാങ്ങ ഒന്ന് നമുക്ക് നിരീക്ഷിച്ച് നോക്കാം. മാംസളമായ ഒരു ഭാഗം കാണാം. അതിൻ്റെ ഉള്ളിലോ ആരെങ്കിലും മാമ്പഴം കഴിക്കാത്തവരുണ്ടോ ഇതില്? എന്താ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നത്? മാങ്ങയുടെ ഒരു വിത്ത് കിട്ടും. അതിനെന്താ പ്രത്യേകത? അതിന് കട്ടിയേറിയ ഒരു പുറന്തോടുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ ഒരു മാങ്ങയുടെ വിത്ത്? മാംസളമായ ഭാഗത്തിൻ്റെ ഉള്ളിൽ കട്ടിയേറിയ ഒരു പുറന്തോടുള്ള ഒരു ഭാഗം കൂടിയുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് വിത്ത് സ്ഥിതി ചെയ്യുന്നത്. ഈ പുറന്തോട് നീക്കിയാലോ അതിൻ്റെ ഉള്ളിൽ 2 പാളികളായി വിത്ത് സ്ഥിതി ചെയ്യുന്നു. മാവിൻ്റെ വിത്തിനകം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ കുട്ടികളെ? എങ്ങനെയാണ്? കട്ടിയേറിയ പുറന്തോട് നീക്കം ചെയ്താൽ ഇതുപോലെ പാളികളുള്ള ഒരു വിത്തിന്റെ ഭാഗം കിട്ടും. നമ്മൾ നേരത്തെ പരിശോധിച്ച സസ്യങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നോ? ഇല്ല, പാളികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതിലോ 2 പാളികളുള്ള വിത്താണ് കിട്ടിയത്. അപ്പോൾ ഇത് ഏത് സസ്യമാണ്? ഒന്ന് പറഞ്ഞു നോക്കാമോ? ദ്വിബീജപത്ര സസ്യം. ദ്വിബീജപത്ര സസ്യങ്ങൾ 2 ബീജപത്രങ്ങൾ ഉള്ള സസ്യങ്ങൾ ആണ് ദ്വിബീജപത്ര സസ്യങ്ങൾ. മാവ് ഒരു ദ്വിബീജപത്ര സസ്യമാണ്. മാവിൻ്റെ ഇലകളുടെ പ്രത്യേകത ജാലികാ ശിരാവിന്യാസത്തിലും വേര് തായ്വേരുപടലത്തിലും വിത്താകട്ടെ ദ്വിബീജപത്രവുമായിരിക്കും. കുട്ടികൾക്ക് പിടികിട്ടിയല്ലോ. ഇവയുടെ പ്രത്യേകത ഒന്നുകൂടി പറഞ്ഞു നോക്കിയാലോ? ഇലകൾ ജാലികാ ശിരാവിന്യാസത്തിൽ, വേരുകളോ തായ്വേരുപടലത്തിൽ, വിത്തോ ദ്വിബീജപത്രം. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു നോക്കിയാലോ? മാവിൻ്റെ ഇലകൾ ജാലികാ ശിരാവിന്യാസത്തിലും വേരുകൾ തായ്വേരുപടലത്തിലും വിത്താകട്ടെ ദ്വിബീജപത്രവുമാണ്. അടുത്തതായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒരു പ്ലാവിൻ്റെ ചെടിയാണ്. ഇതൊരു തൈച്ചെടിയാണ്. ഇതിൻ്റെ ഇലകളോ? ഇലകൾ എങ്ങനെയാണ്? ഇലകളെ ഒന്ന് സ്പർശിച്ച് നോക്കിയാൽ അറിയാം നമുക്ക് ഇത് ജാലികാ ശിരാവിന്യാസത്തിലാണ്. വേരുകളോ? വേരുകൾക്ക് തടിച്ച ഒരു വേരും കൂടെ ശാഖാവേരുകളും. അപ്പോൾ അതിൻ്റെ പേരെന്താണ്? തായ്വേരുപടലം. അടുത്തതായി നമുക്ക് എന്താ പരിശോധിക്കാനുള്ളത് കുട്ടികളെ? എന്താണ്? അതിൻ്റെ വിത്തുകൾ. അതിൻ്റെ വിത്തുകൾ ഒന്ന് പരിശോധിച്ചാലോ? അതിൻ്റെ വിത്തുകൾ ഇതുപോലെ ഒരു പുറംപാളിയുണ്ട്. ഈ പുറംപാളി നീക്കം ചെയ്താൽ കിട്ടുന്നത് 2 ഭാഗമുള്ള മറ്റൊരു വിത്താണ്. ഇത് ഒരു മുളപൊട്ടിയ വിത്താണ്. കണ്ടോ? ഈ പ്ലാവ് മുളച്ചു തുടങ്ങിയതാണ്. ഇതിന് 2 പാളികളുമുണ്ട്. ഇത്തരം വിത്തുകൾ ഏത് സസ്യങ്ങൾക്കാണുള്ളത്? ഏത് സസ്യങ്ങൾക്കാണുള്ളത്? ദ്വിബീജപത്ര സസ്യങ്ങൾക്ക്. നേരത്തെ കണ്ടതുപോലെ മാവിൻ്റെ പോലെ പ്ലാവും ഒരു ദ്വിബീജപത്ര സസ്യമാണ്. മാവിൻ്റെയും പ്ലാവിൻ്റെയും പോലെ മറ്റൊരു ഫലം തരുന്ന ഒരു സസ്യം കൂടിയുണ്ട്. ടീച്ചർ അതിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? മറ്റതുപോലെ നമുക്ക് ഉള്ളിൽ പരിശോധിക്കണോ അതിൻ്റെ വിത്ത്? അതിൻ്റെ വിത്ത് പുറം ഭാഗത്താണ്. നമുക്കിതിൻ്റെ തൈച്ചെടിയെ ഒന്ന് നിരീക്ഷിച്ചാലോ? ഇതിൻ്റെ ഇലകളുടെ പ്രത്യേകത എന്താണ്? തലങ്ങും വിലങ്ങുമുള്ള ഞരമ്പുകൾ. തലങ്ങും വിലങ്ങുമുള്ള ഞരമ്പുകൾ ഏത് തരം വിന്യാസമാണ്? ജാലികാ ശിരാവിന്യാസം. അതിൻ്റെ വേരുകൾക്കോ
വേരുകൾക്കുള്ള പ്രത്യേകത എന്താണ്? തടിച്ച ഒരു വേരും അതിനോട് ചേർന്നുള്ള ശാഖാവേരുകളും. ഇത് ഏതുതരം സസ്യമാണ്? ഇത് തായ്വേര് പടലമുള്ള ഒരു സസ്യമാണ്. അപ്പോൾ നമുക്ക് അടുത്തതായി എന്താ പരിശോധിക്കാനുള്ളത്? അതിന്റെ വിത്ത്. അതിന്റെ വിത്തിന്റെ പ്രത്യേകത ഒന്ന് നോക്കാം. ഈ ചെടിയുടെ പേരെന്താണ്? ഈ ചെടിയുടെ പേരാണ് കശുമാവ്. അതിന്റെ വിത്തിന്റെ പ്രത്യേകത ടീച്ചർ നേരത്തെ പറഞ്ഞു, അത് പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. വിത്തിന് നല്ല കട്ടിയേറിയ ഒരു പുറന്തോടുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്ന് നമുക്കിതുപോലെ ഒരു വിത്ത് കിട്ടും. ഇതിന്റെ പ്രത്യേകത എന്താ? ആ കട്ടിയേറിയ പുറന്തോട് നീക്കം ചെയ്തപ്പോൾ ടീച്ചറിന് ഇങ്ങനത്തെ ഒരു വിത്ത് കിട്ടി. ഇതൊന്നും നമുക്ക് പകുത്തു നോക്കിയാലോ? വീണ്ടും 2 പാളിയുള്ള ഒരു വിത്ത്. അപ്പോൾ ഇത് ഏത് തരം സസ്യമാണ്? ദ്വിബീജപത്ര സസ്യം. കശുമാവ് ഒരു ദ്വിബീജപത്ര സസ്യമാണ്. നമുക്ക് ഇതുവരെ കണ്ട സസ്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞു നോക്കിയാലോ? മാവ്, പ്ലാവ്, കശുമാവ് ഇവയൊക്കെ ദ്വിബീജപത്ര സസ്യമാണ്. കുട്ടികളെ, ഏകബീജപത്ര സസ്യങ്ങളുടെ പുറം ഭാഗത്തിന് ഉൾഭാഗത്തേക്കാൾ കടുപ്പം കൂടുതലാണ്. ദ്വിബീജപത്ര സസ്യങ്ങളുടെ ഉൾഭാഗത്തിനാണ് കടുപ്പം കൂടുതൽ. കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എത്ര ഇനം സസ്യങ്ങൾ പരിചയപ്പെട്ടു? ഒന്ന് പറഞ്ഞു നോക്കാമോ അവയുടെ പേരുകൾ? നെല്ല്, കവുങ്ങ്, തെങ്ങ്, മാവ്, പ്ലാവ്, കശുമാവ്. ഇവയുടെ വർഗീകരണം എങ്ങനെയായിരുന്നു? ഇലകളുടെയും വേരുകളുടെയും വിത്തുകളുടെയും പ്രത്യേകത നോക്കിയിട്ട്. തായ്വേര് പഠനത്തിലുള്ള സസ്യത്തിന്റെ ഇലകൾ ഏത് വിന്യാസത്തിലായിരിക്കും? ജാലികാ വിന്യാസത്തിൽ. അവയുടെ വിത്തുകൾക്ക് എന്താ പ്രത്യേകത? അവ ദ്വിബീജപത്രമായിരിക്കും. നാരുവേര് പഠനത്തിലുള്ള സസ്യങ്ങളോ? അവ സമാന്തര വിന്യാസത്തിൽ തന്നെ. അവയുടെ വിത്തിന് പ്രത്യേകത എന്താ? അത് ഏകബീജപത്ര സസ്യമായിരിക്കും. നിങ്ങൾ പ്രകൃതി നടത്തത്തിന് പോകുമ്പോൾ കൂടുതൽ സസ്യങ്ങൾ നിരീക്ഷിക്കണം. നമ്മുടെ കയ്യിൽ കിട്ടുന്ന വിത്തുകൾ പരിശോധിക്കുകയും വേണം. ചെറിയ പയർമണികളോ നെൽമണികളോ എന്താണെങ്കിലും നമുക്ക് പരിശോധിച്ച് നോക്കാം. നമ്മൾ ഇന്ന് നിരീക്ഷിച്ച സസ്യങ്ങളെ ഒന്ന് പട്ടികപ്പെടുത്തിയാലോ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 28 ഒരു പട്ടികയുണ്ട്. നിങ്ങൾ മാതാപിതാക്കളുടെ സഹായത്തോടെ അത് പൂർത്തീകരിക്കേണ്ടതാണ്. ഏകബീജപത്ര സസ്യങ്ങൾക്കുള്ള കൂടുതൽ ഉദാഹരണങ്ങളാണ് ടീച്ചർ ഇവിടെ കാണിക്കുന്നത്. നമുക്കവ ഒന്ന് നിരീക്ഷിച്ചാലോ? ഈന്തപ്പന, ഗോതമ്പ്, പുല്ല്, ചോളം എന്നിവയുടെ വിത്തുകളാണ് ഇവിടെ ശേഖരിച്ചിരിക്കുന്നത്. ദ്വിബീജപത്ര സസ്യങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ് ഈ ചാർട്ടിൽ. ഏതൊക്കെയാണെന്ന് നോക്കാം. വെണ്ട, പാവൽ, പയറ്, പുളി ഇവയുടെ വിത്തുകളാണ് ഇവിടെ നിരീക്ഷണത്തിനായി തന്നിരിക്കുന്നത്. കുട്ടികളെ, ടീച്ചർ ഇപ്പോൾ കാണിച്ച ദ്വിബീജപത്ര സസ്യങ്ങളുടെ ആൽബവും ഏകബീജപത്ര സസ്യങ്ങളുടെ ആൽബവും നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. കൂടുതൽ സസ്യ നിരീക്ഷണം നിങ്ങൾ ചെയ്യേണ്ടതാണ്. അതിനാരുടെ സഹായം നിങ്ങൾക്ക് കിട്ടും? നിങ്ങളുടെ മാതാപിതാക്കളുടെ. വിത്തുകൾക്കൊപ്പം നിങ്ങൾ ഇലകളും വേരുകളും കൂടി നിരീക്ഷിക്കണേ. അവ വർഗീകരിക്കുകയും വേണം. അടുത്തൊരു ക്ലാസ്സുമായി ടീച്ചർ ഉടൻ വരുന്നതാണ്. നന്ദി, നമസ്കാരം.